വണ്ടി നിലത്തിറക്കി നിർത്തിയിട്ട് നല്ല രീതിയിൽ ഇത് കണക്ക് ഷേക്ക് ചെയ്യണം. അതായത് വണ്ടിയുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റും റൈറ്റും നല്ല രീതിയിൽ ഷേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടിയുടെ അടിഭാഗം മൊത്തം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. കൃത്യമായി സ്വിഫ്റ്റ് ഡിസൈർ അത്തരം വാഹനങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വണ്ടിയിലൊക്കെ ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കട്ടറിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറുപ്പം സൗണ്ടോ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഏത് രീതിയിലായാലും ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് എന്തുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് എന്നുള്ളത് മനസ്സിലാവാത്തൊരു കുഞ്ഞു വാഹനങ്ങൾക്ക് വരുന്ന ഈ ലോവർ ക്രോസ് ബാർ, ഈ ഒരു ക്രോസ് ബാർ സംബന്ധമായിട്ട് വരുന്ന ഏതൊരു പ്രശ്നവും സസ്പെൻഷൻ ബേസ് സൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഈ ഒരു ക്രോസ് ബാറിന്, ഈ ഒരു ഫ്രണ്ട് ലോവർ ക്രോസ് ബാറിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിനിപ്പം ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേക്ക് കേൾക്കും സ്വാഗതം. സസ്പെൻഷൻ പല രീതിയിലുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. സസ്പെൻഷൻ വന്നിട്ട് ഡബിൾ വിഷ്ബോൺ ടൈപ്പ് സസ്പെൻഷൻ, അല്ലാതെ നമ്മൾ നോർമൽ കാറുകൾക്ക് വരുന്ന രീതിയിലുള്ള സസ്പെൻഷൻ, അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാലും സസ്പെൻഷൻ പണിഞ്ഞ് പൈസ കളഞ്ഞ കുറേ പേര് നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. അപ്പം സസ്പെൻഷൻ ബേസ് ആണെന്നും പറഞ്ഞ് സസ്പെൻഷൻ്റെ കംപ്ലൈൻറ്റ് എന്നും പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ മാറുകയും അത് റിപ്പയർ ചെയ്തിട്ടും ഒന്നും ശരിയാവാതെയൊക്കെ പെട്ടുപോയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങളെ വണ്ടിക്ക് അത്തരത്തിലുള്ളൊരു വിഷയം വരികയാണെങ്കിൽ ഞാൻ പറയുന്ന 1-2 കാര്യങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സസ്പെൻഷൻ്റെ പണിയുടെ കാര്യവും പറഞ്ഞ് ഇത്തരം പൈസകൾ നഷ്ടപ്പെടത്തില്ല. സസ്പെൻഷൻ ചിലർ ലോവർ ആം മാറിയിട്ടുണ്ടായിരിക്കും, ലോവർ ആൻഡ് ബുഷ് മാറിയിട്ടുണ്ടായിരിക്കും. ഇപ്പം ഷോക്ക്, അതിൻ്റെ സ്റ്റഡ്, ബുഷുകൾ, എന്തായാലും ചെറുപ്പ സൗണ്ടും എന്തെങ്കിലും വിഷയങ്ങളും കട്ടറിലൊക്കെ വീഴുമ്പം കിടക്കുന്നുള്ള സൗണ്ടൊക്കെ വരും. വണ്ടി പൊക്കി വെച്ചിട്ട്, അതായത് ജാക്കിപ്പുറത്തൊക്കെ പൊക്കി വെച്ചിട്ട് ഷേക്കും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ കാര്യങ്ങളോ സിംറ്റോ ഒന്നും കാണിക്കത്തില്ല. ഒരു പക്ഷേ കൺഫ്യൂഷൻ വരായി പോകും. അതിൻ്റെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ തുരുമ്പ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. ഇത് വന്നിട്ട് നമ്മളെ ഓൾട്ടോയുടെ ഒരു റേഡിയേറ്ററിൻ്റെ ഫൗണ്ടേഷൻ സെറ്റാണ്. ഇത് കണ്ടോ, ഇത് മൊത്തവും ദ്രവിച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബാലൻസിലുള്ള ബുഷും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ഭാഗത്ത് വരുന്ന ബോൾട്ടും കാര്യങ്ങളൊക്കെ ദ്രവിച്ച് നാശമായി പോകും. ഒരു പക്ഷേ ഈ ഒരു സാധനം ഫിറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഇതിപ്പം വണ്ടിയിൽ ഇരുന്ന് ദ്രവിച്ചു പോയതാണേ. അപ്പോൾ ഈ ദ്രവിച്ച് പോയത് കൊണ്ട് തന്നെ ഈ ഒരു ബാലൻസിലുള്ള ഈ ഒരു ഭാഗം കട്ടിൽ വീഴുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ശബ്ദവും കാര്യങ്ങളൊക്കെ കാണിക്കും. ഒരു പക്ഷേ നമ്മൾ നിർത്തിയിട്ട് ഷേക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചെക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലായി എന്ന് വരത്തില്ല. ഇത് വെറുമൊരു സാമ്പിൾ മാത്രമാണ്. ഈ ഒരു സംഭവം നിങ്ങൾക്ക് വെറുമൊരു സാമ്പിളായിട്ട് മാത്രം കാണിച്ചു തന്നെ. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു പീസ് പാച്ചുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണക്ക് തന്നെ വാങ്ങാനായിട്ട് കിട്ടും. നമുക്കിനി വളരെ ഗുരുതരമായ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് കിടക്കാം. അതായത് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന, ചിലപ്പം വണ്ടി നമ്മൾ പൊക്കി നിർത്തി ഷേക്ക് ചെയ്താൽ പോലും അറിയാത്ത കുറച്ച് ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് കിടക്കാം. ഈ വണ്ടിയുടെ കാര്യം തന്നെ നോക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെയാണ് ഈ ഒരു സസ്പെൻഷൻ്റെ കാര്യം. ഇത് വന്നിട്ട് നമ്മൾ വീല് ഷേക്ക് ചെയ്ത് നോക്കുമ്പോൾ ലോവർ ആമിൻ്റെയോ അല്ലെങ്കിൽ ടയർ റോഡിൻ്റെയൊക്കെ കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബാലൻസ് റോഡിൻ്റെ അടിയിൽ വരുന്ന ഇത് കണക്കുള്ള പിടുത്തമൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ഷേക്കാണ്. ഒരു പക്ഷേ നമ്മൾ ഓട്ടത്തിൽ വലിയ രീതിയിലുള്ള എന്തോ പ്രശ്നം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സൗണ്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക്, അതായത് ഈ രീതിയിലുള്ള കുഞ്ഞു വാഹനങ്ങളുടെ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ലോവർ ക്രോസ് ബാർ, ഈ ഒരു ക്രോസ് ബാർ സംബന്ധമായിട്ട് വരുന്ന ഏതൊരു പ്രശ്നവും സസ്പെൻഷൻ ബേസ് സൗണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ഈ ഒരു ക്രോസ് ബാറിന്, ഈ ഫ്രണ്ട് ലോവർ ക്രോസ് ബാറിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിനിപ്പം ദ്രവിച്ചു പോകാറുണ്ട്. ഇപ്പോൾ ഇതിൽ തുരുമ്പൊക്കെ കയറാറുണ്ട്. ഇതിപ്പം ഒറ്റ സിംഗിൾ പീസ് ആയതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവിടെ വരുന്ന പഞ്ച് വെൽഡിങ്ങൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇത് സെറ്റോടെ മാറേണ്ട സാഹചര്യമൊക്കെ വരാറുണ്ട്. ഈ രീതിയിൽ ഇതിന് ഏതെങ്കിലും പ്രശ്നം വന്നാൽ സസ്പെൻഷൻ ബേസ് വലിയ രീതിയിലുള്ള പ്രശ്നം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരുമാതിരി കറകർ എന്നുള്ള സൗണ്ട്, അതായത് തകിടുകൾ തമ്മിൽ വരുന്ന രീതിയിലുള്ള സൗണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൊട്ടിയിരിക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു സൈഡ് ഇപ്പം ഇതിൽ ബാലൻസ് റോഡ് ഇതിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പീസിലാണ് ബാലൻസ് റോഡിൻ്റെ ഫിറ്റിങ്സ് വരുന്നത്. ഈ ഒരു പീസ് വരുന്നത് വെച്ചാൽ ഈ ഒരു ക്രോസ് ബാറിലാണ്. അപ്പോൾ ഈ ക്രോസ് ബാറിന് ഏതെങ്കിലും രീതിയിൽ ദ്രവിച്ച് ഡാമേജ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൗണ്ടും ബഹളമൊക്കെ കാണിക്കും. ഇപ്പം പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ സ്വിഫ്റ്റ് ഡിസൈർ അത്തരം വാഹനങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ വണ്ടിയിലൊക്കെ ഇപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇത്തരത്തിലുള്ള വിഷയം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കട്ടറിൽ കൂടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ചെറുപ്പം സൗണ്ടോ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഏത് രീതിയിലായാലും ഫ്രണ്ട് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് എന്തുകൊണ്ടാണ് ആ കംപ്ലൈൻറ്റ് എന്നുള്ളത് മനസ്സിലാവാത്തൊരു കണ്ടീഷനൊക്കെ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ വണ്ടിയുടെ ഫ്രണ്ട് വരുന്ന ഈ ഒരു സെറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. ഈ ഒരു ഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ ഡാമേജും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇപ്പം ഉദാഹരണത്തിന് താഴ്ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വല്ല എന്തെങ്കിലും തട്ടിയോ വല്ലതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് മൊത്തത്തിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള പിടുത്തവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പിടുത്തവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം അത് നമ്മൾ ഇങ്ങനെ എണീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇത് കണക്ക് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക്, ഇതിപ്പം നേരത്തെ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് എന്തുവാന്നുള്ളത് മനസ്സിലാവും. നമ്മൾ കണക്ക് ഷേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത്രയും സെറ്റ് മൊത്തത്തിൽ കിടന്ന് താഴെയും പൊങ്ങുകയും ചെയ്യുന്നത്. അപ്പം ഈ ഒരു വണ്ടി കട്ടിലൊക്കെ വീഴുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ചർക്കോ പൊറുക്കോ എന്നുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഇപ്പം ഈ ഒരു ഭാഗം ഇപ്പം വെൽഡ് ചെയ്തതിനു ശേഷം നല്ല രീതിയിൽ സ്ട്രോങ് ആയി ഈ ഒരു അതായത് ഇപ്പുറത്തെ ഭാഗത്തും, അതായത് ഈ ഒരു സൈഡ് താണ്ടേ ഈ ഒരു സൈഡിലും ഇത് കണക്ക് ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത് നമുക്കത് വെൽഡ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴത്തെ ലോവറിൻ്റെ ക്രോസ് ബാർ,
അതായത് ഇതിൻ്റെ ഇൻ്റർകൂളർ അതാണ് റേഡിയേറ്ററിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ്റെ ഭാഗമൊക്കെ തട്ടിയിട്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും രീതിയിൽ ഇമ്പാക്റ്റ് കിട്ടിയാൽ മാത്രമേ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുള്ളൂ. അതല്ല ഏതെങ്കിലും രീതിയിൽ തുരുമ്പിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലക്രമേണ കുറച്ച് സമയം എടുത്തേ വരുള്ളൂ. സ്വിഫ്റ്റ് ഡിസയർ എന്ന അത്തരത്തിലുള്ള വാഹനങ്ങളുള്ളവർ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം വെച്ചാൽ നമ്മൾ പോലും അറിയത്തില്ല, നമ്മൾ വരികയും സസ്പെൻഷൻ്റെ വിഷയമായിരിക്കുന്നത്. കാര്യം കട്ടറി വീഴുമ്പോഴോ അല്ലെങ്കിൽ ഈ വണ്ടി ഞെളിഞ്ഞിറങ്ങത്തില്ലേ, അത്തരത്തിലുള്ളൊരു സാഹചര്യം വരുമ്പോഴേക്കായിരിക്കും കൂടുതലും ഇത്തരം വിഷയങ്ങൾ സൗണ്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സസ്പെൻഷൻ ബേസ് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ് വണ്ടിയുടെ സസ്പെൻഷൻ റിപ്പയർ ചെയ്ത് നടക്കും. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം വർക്ക്ഷോപ്പുകാർക്കും ഇത് പെട്ടെന്ന് പിടിയിട്ടിന്ന് വരത്തില്ല. കാര്യം ബമ്പറിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെ വരും. ഒരു പക്ഷേ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കണക്കുള്ള വിഷയം കാണിച്ചെന്ന് വരത്തില്ല. ചിലപ്പം ചെറിയ ഒരു പൊട്ടൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും. അതുകൊണ്ട് എന്തൊരു കാരണവശാലും സസ്പെൻഷൻ എത്ര ചെയ്തിട്ടും സൗണ്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും ഭാഗത്ത് ചെറിയ രീതിയിൽ ഉള്ളെങ്കിലും പൊട്ടലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഇപ്പം ശക്തമായിട്ട് പുറത്തു നിന്ന് വീല് ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. ആ വീല് ഷേക്ക് ചെയ്താലും ഈ കാണുന്ന കണക്ക് നല്ല രീതിയിൽ ഷേക്കും കാര്യങ്ങളും പ്രത്യേകിച്ച് ഈ ഒരു സൈഡിലൊന്നും വിഷയം കാണിക്കുന്നില്ല. അപ്പോൾ അതിപ്പോൾ ടയറില്ല, എന്നാലും ഷേക്ക് ചെയ്യുന്നുണ്ട് മാക്സിമം. നമ്മളിപ്പം ടയർ ഇട്ട് ഷേക്ക് ചെയ്താലും ചിലപ്പം പ്രത്യേകിച്ചൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് പൊതുവേ കാഴ്ചയിൽ പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ലേ. ഇപ്പം സസ്പെൻഷൻ്റെ ഭാഗത്തൊക്കെ കാഴ്ചയിൽ പ്രത്യേകിച്ച് വിഷയമൊന്നും തോന്നുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ ഈ ഒരു ഭാഗത്തോട് നോക്കിയേ, ഇതിൻ്റെ ജോയിൻറ്റ് മുകളിലുള്ള ജോയിൻറ്റ് തുരുമ്പ് കയറി പൊട്ടിയിരിക്കുന്നുണ്ടോ. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം ഈ ലോവർ ആം സെറ്റ് ചെയ്തേക്കുന്ന ഭാഗം മൊത്തത്തിൽ ഇരുന്ന് ഷേക്കാവും. ഷേക്ക് ചെയ്തവനെ പൊതുവെ പെട്ടെന്നത് മനസ്സിലാവത്തില്ല. നമ്മളിപ്പം ഈ ഒരു പ്രശ്നം അത് നമ്മൾക്ക് എത്രത്തോളം പിടികിട്ടും എന്നുള്ളത് അത് നമ്മൾ വണ്ടി താഴെ ഇറക്കി നിർത്തിയിട്ട് ഇപ്പം ഇത്തരത്തിലുള്ള തുരുമ്പും കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പം ഏതെങ്കിലും രീതിയിൽ നമ്മളെ വണ്ടിയിൽ ഇത് കണക്ക് സസ്പെൻഷൻ ബേസ് എത്ര ചെക്ക് ചെയ്തിട്ടും കംപ്ലയിൻറ്റ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അത് കണക്ക് ഓട്ടത്തിൽ ചിലവിടെ സൗണ്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ എപ്പോഴും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കണക്ക് തുരുമ്പിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ വല്ല ഇമ്പാക്റ്റോ മറ്റോ കിട്ടിയിട്ട് ഇത്തരം ഭാഗങ്ങളിലൊക്കെ പൊട്ടിയോ മറ്റോ ഇരിപ്പുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ കാശ് ഇങ്ങനെ ചിലവായിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി നിലത്തിറക്കി നിർത്തിയിട്ട് നല്ല രീതിയിൽ ഇത് കണക്ക് ഷേക്ക് ചെയ്യണം. അതായത് വണ്ടിയുടെ സ്റ്റിയറിംഗ് ലെഫ്റ്റും റൈറ്റും നല്ല രീതിയിൽ ഷേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വണ്ടിയുടെ അടിഭാഗം മൊത്തം കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. കൃത്യമായിട്ട് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അടിഭാഗത്തുള്ള ഏതെങ്കിലും ജോയിൻറ്റുകൾ ഇപ്പോൾ നമുക്ക് അതറിയാൻ പറ്റും. ഇപ്പം മെക്കാനിക്കലായിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇപ്പം സ്വിഫ്റ്റിനെയൊക്കെ സംബന്ധിച്ച് അടിഭാഗത്ത് ഏതെങ്കിലും ഇതിൻ്റെ ഒരു ക്രോസ് വരും താഴെ, അതായത് ലോറാമും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുന്നതായിട്ടൊരു ക്രോസും കാര്യങ്ങളൊക്കെ വരും. അതിൻ്റെ ഏതെങ്കിലും ബോൾട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും രീതിയിൽ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബോൾട്ട് ഏതെങ്കിലും മുറുവാനുണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ ഏതെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മളത് ശരിക്കും ചെക്ക് ചെയ്ത് വേണം അത് കറക്റ്റ് ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് ഓട്ടത്തിൽ സസ്പെൻഷൻ്റെ വിഷയങ്ങൾ സസ്പെൻഷൻ്റെ പ്രശ്നങ്ങളായിട്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഈ താഴെയുള്ള ക്രോസിൻ്റെ ബോൾട്ടുകൾ ഏകദേശം 1, 2, 3, 4 ഏകദേശം 4, 5 ബോൾട്ടോളം വരും. ഈ 5 ബോൾട്ടുകളും കൃത്യമായിട്ട് നല്ല ടൈറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ചിലപ്പം നമ്മൾ വലിച്ചു മുറുക്കുമ്പോൾ ടൈറ്റ് ആയിരിക്കും, അതിൽ ഒരു ചെറിയ തോതിലും വളരെ ചെറിയ തോതിലും ഫുള്ള് ടൈറ്റ് ആയാലും ഒരു പക്ഷേ സാധനം ടൈറ്റ് ആകത്തില്ല. ക്രോസ് ബോഡിയുമായിട്ട് വണ്ടിയുടെ ഷാസിയുമായിട്ട് നല്ലോണം ടൈറ്റ് ആവത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിരുന്ന് ചെറിയ രീതിയിൽ അനങ്ങാൻ തുടങ്ങും. നമ്മൾ എത്ര പൊക്കി വെച്ച് ഷേക്ക് ചെയ്താലും ഇത് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ഈ കാണുന്നില്ലേ, ഈ രീതിയിൽ നല്ല രീതിയിൽ ഷേക്കും കൂടെ ചെയ്ത് നോക്കണം. വണ്ടി താഴെ നിർത്തി ഷേക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വണ്ടിയുടെ സസ്പെൻഷൻ ബേസ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. അത് കണക്ക് തന്നെ ഏതെങ്കിലും ഫ്രെയിമിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഈ പറഞ്ഞ ലോവർ ആമിൻ്റെ ഫിറ്റിങ്സ് വരുന്ന ഭാഗങ്ങളോ ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും സൈഡിൽ വല്ല പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെന്ന് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒരു ടോർച്ചോ മറ്റോ ഉപയോഗിച്ചിട്ട് നല്ല വ്യക്തമായിട്ട് നല്ല രീതിക്ക് ഇപ്പം മൊബൈലിൻ്റെ ഫ്ലാഷ് ആയാലും നല്ല രീതിയിൽ എല്ലാ ഭാഗവും വ്യക്തമായിട്ട് ചെക്ക് ചെയ്യണം. കാര്യം വെച്ചാൽ ചെറിയൊരു പൊട്ടലാണെങ്കിലും നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ അനക്കം വരുമ്പോൾ മാത്രം അതിരുന്ന് ഇങ്ങനെ ഒരയുന്ന ഒരു രീതിയിൽ വരും. അത്തരത്തിലുള്ള സൗണ്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു സൗണ്ടാണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ രീതിയിലൊക്കെ പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്ത് കംപ്ലയിൻറ്റ് ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ബാക്കിൽ സസ്പെൻഷൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് തന്നെ ചില വാഹനങ്ങൾക്ക് കണ്ടിട്ടുള്ള വിഷയമാണ് ഷോക്കിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ബോൾട്ട് ഉണ്ടല്ലോ, ആ ബോൾട്ടിൻ്റെ ഭാഗം അല്ലെങ്കിൽ സ്റ്റഡ് കണക്ക് വന്നിട്ട് ഒരു നെറ്റ് ഇടുന്ന സെറ്റപ്പ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഭാഗമൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്തരം ഈ ഫിറ്റ് ചെയ്യുന്ന ഭാഗമൊക്കെ ഇപ്പം നെറ്റ് ബോൾട്ടിൻ്റെ അല്ലെങ്കിൽ സ്റ്റഡിൻ്റെ ഫിറ്റ് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഡാമേജ് ആയിട്ട് ഈ ബോൾട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡ് ഇരുന്ന് ഇതിനൊക്കെ അനങ്ങുമ്പോഴത്തേക്കും ഇതിനൊക്കെ ശബ്ദം കേൾക്കും. ഒരു പക്ഷേ നമ്മൾ നിർത്തി അതായത് പൊക്കി വെച്ച് ചെക്ക് ചെയ്താൽ മനസ്സിലാവണമെന്നില്ല, അത് ഷേക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അത് മനസ്സിലാകുന്നത് കൃത്യമായിട്ട്. പിന്നെ ഒരു കാര്യം വെച്ചാൽ നമ്മൾ എല്ലാ ഭാഗവും നമുക്ക് സംശയമുള്ള എല്ലാ ഭാഗത്തും കൈ വ്യക്തമായിട്ട് നല്ല അമർത്തി വെച്ച് ആ ഭാഗത്ത് അനക്കം ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം.
ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കുറച്ച് വർക്കുകളൊക്കെ അടുപ്പിച്ച് വന്നു. അപ്പം പലയിടത്തും കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇവിടെ കൊണ്ടുവന്നത്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കാണ് ഞാൻ നിങ്ങളിലേക്ക് ഒരു കാര്യം എത്തിക്കാമെന്ന് വിചാരിച്ചത്. കാര്യം വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ നമ്മളെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും സഹോദരങ്ങൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ടെൻഷൻ ഇല്ലാതെ ഇതിൻ്റെ ഒരു ഭാരം കുറച്ച് കിട്ടും എന്നുള്ള രീതിക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സസ്പെൻഷനൊക്കെ പണിഞ്ഞ് മടുത്ത ആൾക്കാരാണെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് വണ്ടിയിൽ ചെക്ക് ചെയ്യുക. പിന്നെ സസ്പെൻഷൻ ബേസ് വീഡിയോസൊക്കെ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം. ഇന്ന് സസ്പെൻഷൻ പണിയുന്നേക്കാൾ കൂടുതൽ ചിലവായിരിക്കും ഇത്തരത്തിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള പൊട്ടലുകൾ ചിലപ്പം റെഡിയാക്കി എടുക്കുന്നതിനായിട്ട്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.